നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും വരുന്ന ഓരോ സിറ്റുവേഷൻസും അതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും അതെങ്ങനെ ഈസി ആയിട്ട് ഒരു 5 സ്റ്റെപ്സിൽ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈവ്. ഇമോഷണൽ ബേൺ ഔട്ട് അത് അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഇമോഷണൽ ബേൺ ഔട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്താണ് ഈ ഇമോഷണൽ ബേൺ ഔട്ട്? ശാരീരികമായും മാനസികമായും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന, നമ്മൾക്ക് വളരെ ഒരു ടയേർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത്, നമുക്ക് നമ്മളെ പറ്റി തന്നെ നമ്മളൊരു ലോസ്റ്റ് ആയൊരു ഫീലിംഗ്, അതുപോലെ നമുക്ക് ഒന്നിനോടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ ഇമോഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ ഇമോഷണൽ ബേൺ ഔട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമല്ല കേട്ടോ. നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനൊരു പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയും ഈ ഇമോഷണൽ ബേൺ ഔട്ടിൻ്റെ തന്നെ ഭാഗമാണ്. പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വളരെ സ്ട്രെസ് എടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലൈഫിലാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയൊരു ഡെഡ് ലൈൻസ് നമുക്ക് തന്നിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവിനെ നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഈ ഇമോഷണൽ ബേൺ ഔട്ട് സംഭവിക്കാറുണ്ട്. ഈ ഇമോഷണൽ ബേൺ ഔട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്ന്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ വർക്ക് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട്. അതൊരു തെറ്റായ കാര്യമൊന്നുമില്ല, പക്ഷെ എങ്കിലും നമ്മളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് മാക്സിമം സ്ട്രെസ് ചെയ്താലും ചെയ്യാൻ പറ്റുന്ന ഒരു അളവുണ്ട്, ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരളവ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് മെൻ്റലി ബേൺ ഔട്ട് ആയി പോകുന്ന ഒരു ഫീലിംഗ് വരുന്നത്. രണ്ടാമത്, നമ്മൾ ചെയ്യേണ്ട ജോലി കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ വരുമ്പോഴും നമുക്ക് ഈ ബേൺ ഔട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് ഈ സ്ട്രെസ് എലമെൻറ്റ് ഒരു നേരം നിൽക്കുമ്പോൾ നമ്മളുടെ ഓരോ ജോലിയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ ബോഡി റെസ്റ്റിലോ റിലാക്സേഷനിലേക്കോ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഒരു ഡിറ്റാച്ച്ഡ് ഫീലിംഗ് ആണ് വരുന്നത്. നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് ഒരു വഴിക്ക് കൊള്ളൂല, നമ്മൾ ഈ ചെയ്യുന്ന വർക്കും നമ്മളുമായിട്ടൊരു കണക്റ്റ് ഇല്ല, നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് നമുക്കൊരിക്കലും ഒരു സന്തോഷം തരുന്നില്ല. ഇങ്ങനെയൊക്കെ പല ഫീലിംഗ് വരെയും നമ്മൾ ആ ജോലിയിൽ നിന്നും ഒരു ലോങ് ടേം ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫെയിലിയറായി പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ബേൺ ഔട്ട് വരുന്നതിന് വളരെ പ്രധാനമായ വേറൊരു കാര്യമുണ്ട്, 2 കാര്യങ്ങൾ. ആക്ച്വലി ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്യേണ്ടത്. അത് നമ്മുടെ പേഴ്സണൽ വർക്ക് ആയാലും ശരി തന്നെ, നമ്മുടെ പ്രൊഫഷണൽ വർക്ക് ആയാലും ഒരു പെർട്ടിക്കുലർ ടൈമിനാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഈ ടൈം കഴിഞ്ഞും നമ്മൾ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇമോഷണൽ ബേൺ ഔട്ട് തീർച്ചയായിട്ടും അനുഭവപ്പെടും. രണ്ടാമത്, നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരും. കാരണം നമ്മളുടെ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു വർക്ക് തരുവാണെങ്കിൽ അവർ ഓക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിൽ. പക്ഷെ നമുക്ക് തോന്നും അതുപോലെ ഞാൻ കുറച്ചും കൂടെ നന്നായി ചെയ്യണം, നമുക്ക് ഇവരെ കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതിനെക്കാട്ടിയും കൂടുതൽ എഫേർട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഓവറായിട്ട് എഫേർട്ട് ഇട്ട് അവസാനം നമുക്കൊരു ഇമോഷണൽ ഡ്രെയിനോ ഡിപ്ലീഷനോ ആണ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ബേൺ ഔട്ടിൻ്റെ സിംറ്റംസ് കണ്ടുവരുന്നത്. നമ്മളൊരു ഇമോഷണൽ ബേൺ ഔട്ടിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ഒരു 5 സ്റ്റെപ്സിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുക? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റാഡിക്കൽ ആയിട്ടുള്ള ഒരു റെസ്റ്റിലേക്ക് പോകാമെന്നാണ്. അതായത് നമുക്ക് ചെയ്യുന്ന ജോലി നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടതായാലും നമ്മൾ എത്ര പെർഫെക്ഷനിസ്റ്റ് ആയാലും റിമെമ്പർ ടു ടേക്ക് ബ്രേക്സ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒന്ന് നടക്കാൻ പോവോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി അല്ലാതെ മറ്റൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതിനാണ് നമ്മൾ ഹോബീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഹോബി ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് തോന്നുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പോരാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം കൊണ്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ അതിൽ വീണ്ടും വർക്ക് ചെയ്യാതെ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റിന്യൂഡ് എനർജിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ പ്രൊഫഷണൽ കാര്യങ്ങളായിക്കോട്ടെ,
അതിൻ്റെ അടുത്ത് നമ്മളൊരു ഇമോഷണൽ ബാരിയർ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് തന്നെയായാലും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പേസിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് അച്ചീവ്മെൻറ്റ്സും സക്സസ്സും അല്ല, സാറ്റിസ്ഫാക്ഷനും അല്ല, പകരം ഇമോഷണൽ ബേൺ ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് ബൗണ്ടറീസ് ഇഫ് റിക്വയർഡ്. നമ്മൾ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കാൻ മറക്കരുത്. അതാണ് നമ്മൾ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് 89%, 90% കിട്ടിയാലും ചിലപ്പോൾ അത് ഹാപ്പി ആവില്ല. അത് പറയുന്നത് എനിക്ക് 10% അല്ലെങ്കിൽ 10 മാർക്ക് പോയി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതെപ്പോഴും അവരൊരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടും അവർ കൂടുതലായിട്ട് ഓവർ അച്ചീവർ ആവാൻ വേണ്ടി സ്വന്തമായിട്ട് സ്ട്രെസ് കൊടുക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമുക്കൊരു 10 മാർക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ നേടിയ നേട്ടത്തിൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് ടിപ്പ് നമ്പർ 3 ഈസ് സെലിബ്രേറ്റ് സ്മോൾ ജോയ്സ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെ ജീവിതം ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അതുകൊണ്ട് ഓരോ ചെറിയ സന്തോഷവും സെലിബ്രേറ്റ് ചെയ്യാൻ മറക്കരുത്. 80%ഓ 90%ഓ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതാദ്യം സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ 10 മാർക്ക് എവിടെ പോയി നമുക്ക് നോക്കാം. ആ 10 മാർക്കിന് വേണ്ടി വർക്കും ചെയ്യാം. ആ ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളുടെ ആ ഒരു സ്ട്രെസ് എലമെൻറ്റ് മാറി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വരിക. നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്തു, അതിനകത്ത് ഒരു 10 സ്ലൈഡിൽ 9 സ്ലൈഡ് നല്ലതായിരുന്നു, ഒരു സ്ലൈഡ് മോശമായി, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് 9 സ്ലൈഡ് വന്നല്ലോ എന്നുള്ളത് നമുക്ക് ആദ്യം ആഘോഷിക്കാം. അതിനുശേഷം അടുത്ത ലാസ്റ്റ് സ്ലൈഡ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കാം. അതല്ല എൻ്റെ ഒരു ശരി. ഏതൊരു ജോലിക്കിടയിലും നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ബ്രേക്സ് എടുക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ മൈൻഡ്ഫുൾ ബ്രേക്സ്? ചെറിയ ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രീത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതൊരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ മതി. 24 മണിക്കൂർ സമയത്തിനിടയിൽ ഒരു 2 or 3 പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കുന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നമ്മുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത് മെയിൻറ്റെയിൻ ആവും. ഇത് എത്ര പോസിറ്റീവാണെന്നുള്ളത് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അതുപോലെ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന പോസ്റ്ററിൽ നിന്ന് മാറിയിരുന്ന് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഈ പൂച്ചകളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും പോയി കിടന്നിട്ടൊന്ന് എണീക്കുമ്പോഴത്തേക്കും മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് പൂച്ചകൾ എണീക്കുന്നത്. ആക്ച്വലി പൂച്ചകൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ മറക്കണ്ട, മനുഷ്യനൊരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അത് നമ്മളുടെ ഈ സ്ട്രെസ്സിന് ഒന്ന് കുറച്ചൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രീത്ത്സ് എടുക്കുക. അതിൽ ഏറ്റവും നല്ലത് ബ്രീത്തിങ് ആണ്. രണ്ടാമത്തത് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നത്. മൂന്നാമത് നല്ലതായിട്ട് വെള്ളം കുടിക്കുന്നത്. ഇതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ ഈ 4 കാര്യത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്ന ഈ ഇമോഷണൽ ബേൺ ഔട്ട് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ പ്രോബ്ലം അല്ല. അത് അവർ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇന്ന് 1 മണിക്കൂർ എനിക്ക് ഇമോഷണൽ ബേൺ ഔട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല ഇത് നമ്മളിലേക്ക് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഈ സാധാരണയായി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ റിമെമ്പർ, ഇറ്റ്സ് ടൈം ടു സീക്ക് ഹെൽപ്പ്. അതും പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് തന്നെ എടുക്കുക. എന്തിനാ വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഇമോഷണൽ ബേൺ ഔട്ട് ആയിട്ട് നമ്മളുടെ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫും ബുദ്ധിമുട്ടിലാക്കുന്നത്? അതിനെക്കാട്ടി നല്ലത് ഒരു ചെറിയൊരു ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഇമോഷണൽ ബേൺ ഔട്ട് വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം വിടുവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.